എവ്രിവൺ, കഴിഞ്ഞ വീഡിയോയുടെ താഴെയുള്ള നിങ്ങളുടെ കമൻസിനുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്, നേഴ്സ് അല്ലാതെ വേറെ വിസയിൽ വന്നാൽ മെയിൽസിന് ഫാമിലി വിസ കിട്ടുമോ എന്നുള്ളതാണ്. മെയിൽസിന് ഏത് വിസ വന്നാലും ഫാമിലി കിട്ടും. പക്ഷേ നമ്മൾക്ക് 800 KD സാലറി നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നേഴ്സ് ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല, പക്ഷേ സാലറിയിൽ നമ്മൾക്ക് 800 KD വേണം. അതാണ് ഇപ്പോഴത്തെ നിയമം. അതുപോലെ തന്നെ ഫീമെയിൽ നേഴ്സ് എമോഷണൽ നേഴ്സാണ്. ഹസ്ബൻഡ് പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. 600 KD സാലറി ഉണ്ട്. അപ്പോൾ 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗവർണറേറ്റിലും ഇരിക്കുന്ന മാനേജറുടെ ഫൈനൽ ഡിസിഷനിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിയമങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചിലപ്പോൾ മാനുഷിക പരിഗണനകൾ അവർ തരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് ചെന്നാൽ ഒരു പക്ഷേ അവർ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലർക്കും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമം ഇങ്ങനെയാണെങ്കിലും പലപ്പോഴും നിയമങ്ങൾക്ക് ഇളവുകൾ ഇവർ വരുത്താറുണ്ട് മാനുഷിക പരിഗണനയിൽ വെച്ച്. കാരണം രണ്ടുപേരും ഇവിടെ ആയതുകൊണ്ട് കുട്ടികൾ ഇവിടെ നിൽക്കണമെന്നുള്ളത് ഒരു ആവശ്യവുമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം, എന്നാൽ ഉറപ്പില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഫാമിലി വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫീമെയിൽ നേഴ്സസിന് ഇപ്പോൾ സ്പോൺസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്കൊരു നിരാശയുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പണ്ടും ഒരിക്കൽ പോലും ഫീമെയിൽ നേഴ്സസിന് ഇവിടെ ഫാമിലി വിസ ഉണ്ടായിരുന്നിട്ടില്ല, എക്സെപ്റ്റ് കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു സമയത്തല്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാനുള്ളത്, വേറെ ഏതെങ്കിലും വിസയിൽ ഹസ്ബൻഡുമാർ വരിക, ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരുടെയും കൂടെ സാലറി കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഇങ്ങോട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ മാനേജർമാരുടെയും ഡിസിഷൻ അനുസരിച്ചാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത തെളിഞ്ഞേക്കാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗ്യാപ്പ് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതാണ്. ചെറിയ ഗ്യാപ്പൊന്നും പ്രശ്നമില്ല. ഈവൻ 2 years ഗ്യാപ്പ് പോലും അവർ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് വൺസ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര നാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഇനി പ്രശ്നമാകുമോ, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വൺസ് നമ്മളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒട്ടും വിഷമിക്കേണ്ട. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പുള്ള ആളുകൾക്ക് സെലക്ഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ മോർ എലിജിബിൾ ക്യാൻഡിഡേറ്റിനെ ആയിരിക്കും അവർ ഒരു പക്ഷേ സെലക്ട് ചെയ്യുന്നത്. അന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 2 വർഷം, ഈവൻ 3 വർഷം ഗ്യാപ്പുള്ള ആളുകൾ പോലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വർഷത്തെ ഗ്യാപ്പാണ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ അതിനെ കൺസിഡർ ചെയ്യുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 വർഷം ഗ്യാപ്പുള്ള ആളുകൾ പോലും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് PCCയുടെ കാര്യമാണ്. PCC എക്സ്പയർ ആയാൽ വീണ്ടും ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും PCC എക്സ്പയർ ആയാൽ വീണ്ടും ചെയ്യണം. അതാണ് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ സാരമില്ല, ഇപ്പോൾ നേരത്തെ ഉള്ള ആളുകളാണ് കൂടുതലും PCC അങ്ങനെ നേരത്തെ എടുത്തു വെച്ചത്. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഏകദേശം അറിവായി കഴിഞ്ഞു. കാരണം വിസ വന്നതിന് ശേഷമാണ് അവരതുകൊണ്ട് PCC എടുക്കാറുള്ളത്. അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗൾഫ് ബാങ്കിൽ ലോൺ കിട്ടാനായിട്ട് ബേസിക് സാലറി എത്രയാണ് എന്നുള്ളതാണ്. ഗൾഫ് ബാങ്ക് ആയിരുന്നു ഇവിടെ MOH നേഴ്സസിന് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ MOHൻ്റെ നേഴ്സസിന് ഗൾഫ് ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല. പക്ഷേ മറ്റു പല ബാങ്കുകളും കൊടുക്കുന്നുണ്ട്. ബാങ്കിൽ പൊതുവേ ലോൺ കിട്ടാനായിട്ട് നമ്മളുടെ സാലറി 400 KD ആണ് ഇവിടെ വേണ്ടത്. അതാണ് ഇപ്പോഴത്തെ ഒരു അവരുടെ റൂള്. ബാക്കി ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു 400 KD നമ്മുടെ സാലറിയിൽ ഇല്ലെങ്കിൽ അവർ ഒരു ബാങ്കിൽ ലോൺ തരില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് BSc ചെയ്തിരിക്കുന്ന ഒരാളുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഏതാണ് വാങ്ങേണ്ടത് എന്നാണ്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് BScയുടെ തന്നെയാണ് വാങ്ങേണ്ടത്. പിന്നെ നമ്മൾ തന്നെ പോകണമെന്നുണ്ടോ, ആരെങ്കിലും പോയാലും മതിയോ? തീർച്ചയായിട്ടും ആരെങ്കിലും പോയാലും മതി. നമ്മൾ പേഴ്സണലായിട്ട് പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആർക്കെങ്കിലും പോയി അത് വാങ്ങാവുന്ന ഒരു കാര്യമുള്ളൂ. ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് ഇനി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആരെയും ഇൻ്റർവ്യൂസ് നടത്തുന്നതായിട്ട് അറിയില്ല. അപ്പോൾ ഇനി എന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു അറിയില്ല. ഒരുപാട് നേഴ്സസ് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ലോക്കം കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഓൺകോളജി ഹോസ്പിറ്റൽ ജോലി കിട്ടിയാൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്കം കോൺട്രാക്ട് കഴിഞ്ഞ് ഓൺകോളജി ഹോസ്പിറ്റലിന് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഗ്രേഡ് A ആയിരിക്കും. ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം B ആണ്. പക്ഷേ അല്ലാതെ ഗ്രേഡ് നോക്കുകയാണെങ്കിൽ A ഗ്രേഡാണ് വാർഡിലും ICU അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. റിസ്ക് അലവൻസ് ICU, OT, കാഷ്വാലിറ്റി എന്നിവിടങ്ങളിൽ 3 റിസ്ക് അലവൻസ് ഉണ്ട്. വാർഡുകളിലാണെങ്കിൽ 2 റിസ്ക് അലവൻസേ ഉള്ളൂ. അതാണ് ഓൺകോളജി ഹോസ്പിറ്റലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മറ്റ് പല ഹോസ്പിറ്റലിൽ ഒരു റിസ്ക് അലവൻസേ ഉള്ളൂ. ചില ഹോസ്പിറ്റലിലെ വാർഡുകൾ B ഗ്രേഡാണ്.
പക്ഷേ റീസെൻ്റ്ലി എല്ലാ വാർഡുകളും എ ഗ്രേഡ് ആണ് എന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം വരുന്നില്ല ഇപ്പോൾ. പിന്നെ കുറേ പേർ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡിങ്ങിൻ്റെ കാര്യമാണ്. ഗ്രേഡിങ് എങ്ങനെയാണ് ഇവിടെ വൺസ് മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ? നമ്മളുടെ ഗ്രേഡിങ് നമ്മൾ മാറ്റും. നമ്മൾക്ക് എക്സലൻറ്റ് മിനിസ്ട്രിയിൽ നമ്മൾക്ക് ഓരോ പ്രാവശ്യം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് എക്സലൻറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ് 2 വർഷം നമ്മൾക്ക് കിട്ടിയാൽ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അസിസ്റ്റൻറ്റ് നേഴ്സാകും. ഡിപ്ലോമക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അസിസ്റ്റൻറ്റ് നേഴ്സാകും. അതിനുശേഷം പിന്നീട് 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നേഴ്സ് 1 ആകും. അതാണ് ഡിപ്ലോമക്കാർക്കുള്ള 2 ഗ്രേഡ് ചേഞ്ച് അല്ലെങ്കിൽ 3 ഗ്രേഡ് ചേഞ്ച്. അസിസ്റ്റൻറ്റ് നേഴ്സ് സ്പെഷ്യലിസ്റ്റ്, നേഴ്സ് 1. BSc-കാർക്കാണെങ്കിൽ അവർ ജോയിൻ ചെയ്യുന്ന മിക്കവാറും നേഴ്സായിരിക്കും. അപ്പോൾ നേഴ്സ് 1, നേഴ്സ് സ്പെഷ്യലിസ്റ്റ്. BSc-കാർക്ക് 3 ഗ്രേഡ് ചേഞ്ച് ഉണ്ട്. അതാണ് ഗ്രേഡ് ചേഞ്ചിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഓരോ 5 ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഗ്രേഡ് ചേഞ്ച് വരുന്നത്. അതിന് 30 ആണോ 35 KD ആണോ അത്രയും സാലറി ഡിഫറൻസ് വരും. ഇപ്പോഴത്തെ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് നമ്മൾക്ക് എക്സലൻറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഗ്രേഡ് ചേഞ്ചിന് അർഹതയുള്ളൂ. പക്ഷേ ചിലർ പറയുന്നു അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 5 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്രേഡ് ചേഞ്ചിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന്. പക്ഷേ ഇതുവരെയും അങ്ങനെയായിരുന്നു ഗ്രേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. ഇവിടെ നമ്മളുടെ സാലറി കൗണ്ട് ചെയ്യുന്നത് ഇപ്പം ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 15 KD ആണ്. അതായത് ഡിപ്ലോമക്കാർക്ക് 2 വർഷം ആണ് 1 വർഷമായിട്ട് അവർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 15 KD ഓരോ വർഷം കൊടുക്കും. പക്ഷേ BSc-കാർക്കാണെങ്കിൽ അവർ ഓരോ വർഷവും അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് അറിയില്ല, പക്ഷേ എങ്കിലും ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു. ഓരോ വർഷവും 10 KD വെച്ച്. അപ്പോൾ 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 15 ഇയേഴ്സും അവർ കൗണ്ട് ചെയ്യുമായിരുന്നു BSN വേണ്ടിയിട്ട്. ഡിപ്ലോമക്കാർക്ക് 2 വർഷം ആണ് 1 വർഷമായിട്ട് അവർ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പം ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അവരത് 15 KD ആയിരിക്കും അല്ലെങ്കിൽ 10 KD ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്റ്റാഫ് പേഷ്യൻ്റ് റേഷ്യോ എങ്ങനെയാണ് എന്നുള്ളതാണ്. സ്റ്റാഫ് മോർണിംഗിൽ എപ്പോഴും സ്റ്റാഫ് പേഷ്യൻ്റ് റേഷ്യോ കുറവായിരിക്കും. 1:3, 1:4 ഡിപ്പെൻസ്. നമ്മൾക്ക് ഹെവി ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, ഒരുപാട് നഴ്സിംഗ് കെയറും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ പേഷ്യൻ്റ് നമ്പർ കുറവായിരിക്കും. 1:3 or 4 ഒക്കെയാണ്. ഈവനിങ്ങിലാകുമ്പോൾ 1:6 1:5 ആകാം. നൈറ്റും അതുപോലെ തന്നെയാണ്. ഈവനിങ്ങിൽ നൈറ്റിലും സ്റ്റാഫ് കുറവായിരിക്കും. പക്ഷേ മോർണിംഗ് ഷിഫ്റ്റിൽ കുറച്ചും കൂടെ സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഒരുപാട് പേര് പല രാജ്യങ്ങളിലേക്ക് പോയതിന് ശേഷം ഒരുപാട് ടഫായിരുന്നു വാർഡിലെ സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം സ്റ്റാഫൊക്കെ മിക്കവാറും ഹോസ്പിറ്റലിലും വാർഡുകളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നഴ്സ് പേഷ്യൻ്റ് റേഷ്യോ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.